പത്തനംതിട്ടയിൽ അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറി ശ്രമം കളക്ടർ അന്വേഷിക്കും. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതാണ് നിർദ്ദേശം. എസ്.പിയും CWC ചെയർമാനും പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ്. പ്രേംകൃഷ്ണന് വിശദീകരണം നൽകി. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ഈ അഭിഭാഷകൻ പ്രതിയായ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നേരിട്ട് ശിശുക്ഷേമ സമിതി ചെയർമാൻ അടക്കം പരാതിയൊക്കെ നൽകിയതാണ്. ഇപ്പോൾ എന്താണ് ഈ കേസിന്റെ പുതിയ അപ്ഡേറ്റ്? സേതു, അങ്ങനെ തന്നെയാണ്. നിലവിൽ ജില്ലാ കളക്ടർ എസ്. പ്രേംകൃഷ്ണൻ കേസ് അന്വേഷിക്കാനാണ് വനിതാ ശിശു വികസന കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഈ CWCയും അതുപോലെ തന്നെ കോന്നി പോലീസും തമ്മിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അവരുടെ പോലീസിൻ്റെ സസ്പെൻഷൻ ഓർഡറിലടക്കം CWCക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു കേസായിരുന്നു. 2011-16 കാലഘട്ടത്തിലെ ഹൈക്കോടതി ഗവൺമെൻറ് പ്ലീഡറും അതുപോലെ തന്നെ ഹൈക്കോടതി അഭിഭാഷകനുമായ നൌഷാദ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിവാദങ്ങളെല്ലാം നിന്നിരുന്നത്. CWCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണം കോന്നി പോലീസാണ് ഇതിൽ അലംഭാവം കാണിച്ചതെന്നും, എന്നാൽ കോന്നി പോലീസ് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ഇതിൽ CWC റിപ്പോർട്ട് നൽകാൻ താമസിച്ചു, അതുപോലെ ഈ പ്രതികൾ ഈ CWC സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിൽ കളക്ടർ ഇരുവരോടും റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കളക്ടർ കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ്. പ്രേംകൃഷ്ണനായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.